ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റ്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം എന്താണെന്നുള്ളത്. ജിലേബിയാണ്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ജിലേബി എങ്ങനെ റെഡിയാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ദീപാവലിയൊക്കെ വരെയല്ലേ, അപ്പോൾ കുറച്ച് സ്വീറ്റ്സൊക്കെ റെഡി ആയിക്കോളൂ. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ജിലേബി എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ജിലേബി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദയാണ് കേട്ടോ എടുക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് മൈദ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പ്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളം പകുതി ഒഴിച്ചു കൊടുക്കാം. പകുതി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ബാക്കി പകുതിയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാവ് നമ്മൾ കലക്കിയെടുക്കുന്ന സമയത്ത് മൊത്തത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവ് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. 1 കപ്പ് മാവിന് ഇപ്പോൾ ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്ത് 3/4 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടില്ല. 1/2 കപ്പും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് തിക്കായിട്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നന്നായിട്ട് കുക്കായി വരില്ല. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ മാവ് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് പരന്നു പോകും. ജിലേബിയുടെ കറക്റ്റ് ഷേപ്പും കിട്ടത്തില്ല. അപ്പോൾ ഞാൻ 1/4 കപ്പ് വെള്ളം കൂടി എടുത്തതിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ബാക്കിയുണ്ട്. 3/4 കപ്പിന് താഴെ മാത്രം മതി വെള്ളത്തിൻ്റെ അളവ്. അപ്പം മാവ് കലക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വെള്ളം കുറച്ച് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. അപ്പോൾ അത് കറക്റ്റ് എടുത്താൽ മാത്രം മതി. 3/4 കപ്പ് വെള്ളം എടുത്തിട്ട് നമ്മൾ കുറേശ്ശെ ഒഴിച്ച് നോക്കുക. ഈ ഒരു പരുവത്തിന് നമ്മൾ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് യെല്ലോ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജിലേബിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു യെല്ലോ കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദേ ഇതുപോലെ കലക്കി എടുത്തിട്ട് നമുക്കൊന്നൊരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിരുന്നാൽ മതി. അപ്പോൾ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഒരു നൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിങ്ങനെ കൈ കൊണ്ട് തൊട്ട് നോക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഒട്ടുന്ന രീതിയിൽ മാത്രം ആയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്. ഒന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് 1 നുള്ള് കളറും കൂടി ചേർത്ത് കൊടുക്കാം, യെല്ലോ കളറ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ജിലേബി റെഡിയാക്കാം. ഇനി നമുക്ക് നമ്മുടെ ജിലേബിയുടെ മാവ് ഇനി ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് അപ്പോൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗ് ഗ്ലാസ്സിനകത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനകത്തേക്ക് മാവ് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇത് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് കെട്ടി വെച്ച് കൊടുക്കാം. ഇതുപോലെ ചുറ്റിയെടുത്തിട്ട് ഒന്ന് റബ്ബർ പിടിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് കെട്ടി വയ്ക്കുകയോ ചെയ്താൽ മതി. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ.
ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ എണ്ണ അധികം ചൂടാവരുത്. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് തീ മാറ്റി കൊടുക്കുക. അപ്പോൾ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇത് ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചൂട് കൂടിയിട്ട് നമുക്കിത് ഒഴിച്ചെടുക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് പരന്ന് ഇത് മുകളിലേക്ക് വരും. അപ്പോൾ ചൂടൊന്ന് കുറഞ്ഞിട്ട് വേണം ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാനിത് വളരെ സിമ്പിളായിട്ട് 1-2 ലെയറായിട്ട് മാത്രമാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ശരിക്കും പൂ പോലെയൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അതേപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കുന്ന ഒരു ജിലേബിയാണ്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ തീ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇത് പെട്ടെന്ന് പൊള്ളി വരുന്ന സമയത്ത് തന്നെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് നേരം ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അത് റെഡിയാവും. മറിച്ചും തിരിച്ചു വിട്ടതിന് ശേഷം അത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. സിറപ്പിന് ചെറിയൊരു ചൂടുണ്ടായിരിക്കണം കേട്ടോ. തണുത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. ചൂടാക്കി കൊടുത്തതിന് ശേഷം ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്ക് ഈ ജിലേബി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു 2 സെക്കൻഡ് നേരം ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിരുന്നാൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ബാക്കിയുള്ള മാവ് നമുക്ക് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എണ്ണയുടെ ചൂടും മാവിൻ്റെ പരുവവും പിന്നെ ഷുഗർ സിറപ്പിൻ്റെ ഒരു ചൂടും കൂടെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അടിപൊളിയായിട്ടുള്ള ജിലേബി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ അടിപൊളി ജിലേബി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഒരു 10 മിനിറ്റ് സമയം മാത്രം മതി. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വീട്ടിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ജിലേബി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ദീപാവലിയൊക്കെ വരെയല്ലേ, അപ്പോൾ അവർക്ക് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ജിലേബി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്